ഓം വിഘ്നേശ്വരായ നമ. കൊടുങ്കാറ്റ് ആസ്ട്രോയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പൂരാടം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിനയവും ദൈവിക ചിന്തകളും ഏറെ ഉള്ളവരാണ് പൂരാടം നക്ഷത്രക്കാർ. കാര്യങ്ങൾ യുക്തിപരമായി ചിന്തിക്കുകയും തങ്ങളുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവരാണ് പൂരാടം നക്ഷത്രക്കാർ. കവിതകൾ കേൾക്കാനും എഴുതാനും ഇഷ്ടപ്പെടുന്നവരാണ്, പ്രത്യേകിച്ച് പുരുഷന്മാർ. ഏതൊരു കാര്യവും ക്ഷമയോടെ വിശ്വാസത്തോടെ കാത്തിരിക്കുന്നവരാണ്. സൗഹൃദങ്ങൾ എല്ലാം ഇവരുടെ ശക്തിയാണ്. സുഹൃത്തുക്കൾക്കിടയിൽ ഇവർക്ക് എപ്പോഴും മുൻതൂക്കം ലഭിക്കും. മധുരമായ സംസാര രീതി, പോസിറ്റീവായ ചിന്താശൈലി ഇവയെല്ലാം ഉള്ളവരാണെങ്കിലും സ്വന്തം കാര്യത്തിൽ മാത്രം ടെൻഷൻ ഉള്ളവരാണ്. മറ്റുള്ളവരോട് പറയും എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിക്കണം, എല്ലാം നല്ലതേ നടക്കൂ എന്നൊക്കെ പറയും. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ ഇവർക്ക് ഭയങ്കര ടെൻഷനാണ്. പ്രത്യേകിച്ച് സ്വന്തം മക്കളുടെ കാര്യത്തിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ളത്. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ഇവർ ധൈര്യത്തോടെ മുന്നോട്ട് പോകും. ബന്ധുജനങ്ങൾക്ക് ഇവരെപ്പോഴും ഒരു നായകനായിരിക്കും. ആ രീതിയിലായിരിക്കും ഇവരെപ്പോഴും പെരുമാറുന്നത്. ആളറിഞ്ഞ് പെരുമാറാൻ അറിയുന്നവരാണ്. നല്ല രീതിയിൽ കഠിനമായി അധ്വാനിക്കുന്നവരാണ്. ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരാണ് എങ്കിലും പല പല സ്ഥാനങ്ങളിലും എത്തിച്ചേരാൻ അല്ലെങ്കിൽ പദവികൾ അലങ്കരിക്കാൻ ഇവർ നേടിയ യോഗ്യതയുടെ പകുതി തന്നെ മതിയാവും. അതാണ് ഇവരുടെ ഒരു വലിയ പ്രത്യേകത. വിവാഹശേഷം പല പല വീടുകളിലും മാറി മാറി താമസിക്കേണ്ടി വരും. ആ സമയങ്ങളിൽ ആരും തന്നെ സഹായിക്കാനുണ്ടാവില്ല. എന്നാലും അറിയപ്പെടുന്ന പദവികൾ ഇവർക്ക് കൂട്ടിനുണ്ടാവും. മികച്ച ആശയവിനിമയ ശേഷിയുള്ളവരാണ്. പ്രത്യേകിച്ച് ഈ നക്ഷത്രത്തിലെ പുരുഷന്മാർ ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും എപ്പോഴും ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാരണവരെ പോലെ ആയിരിക്കും. സർക്കാർ ജോലികളോ മറ്റ് സ്ഥിരമായി വരുമാനം ലഭിക്കുന്ന ജോലികളോ ഒക്കെ വളരെ വേഗത്തിൽ കിട്ടുന്നവരാണ് പൂരാടം നക്ഷത്രക്കാർ, പ്രത്യേകിച്ച് പുരുഷന്മാർ. മനോഹരമായ പല്ലുകളോട് കൂടിയ സുന്ദരന്മാരായിരിക്കും കൂടുതലും ഈ നക്ഷത്രത്തിലെ പുരുഷന്മാർ. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇവർക്ക് ശത്രുക്കൾ ഉണ്ടാകാറുണ്ട്. അതിന് കാരണം ഇവരുടെ ആശയവിനിമയ രീതിയാണ്. പിന്നെ പല വിഷയങ്ങളിലും ഇവർക്കുണ്ടാകുന്ന അഗാധമായ അറിവ്, നേതൃസ്ഥാനം വഹിക്കാനുള്ള കഴിവ്, ഇതൊന്നും തന്നെ സഹപ്രവർത്തകർക്ക് ചിലപ്പോൾ ഇഷ്ടമായി എന്ന് വരില്ല. അങ്ങനെയാണ് ശത്രുക്കൾ ഉണ്ടാകുന്നത്. ഇവരുടെ മറ്റൊരു പ്രത്യേകത, മറ്റുള്ളവരെ സഹായിച്ചിട്ട് ആ കാര്യം പൊതുവേദിയിൽ വെച്ച് അവർ പറയും, ഞാൻ കാരണമാണ് അവൻ നേടിയത്, ഞാനില്ലായിരുന്നെങ്കിൽ അത് നടക്കില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ പൊതുവേദിയിൽ വെച്ച് ഇവർ പറയാറുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഇവരിൽ നിന്ന് സഹായം വാങ്ങിയവർ അവർക്ക് അല്പം വിഷമം ഉണ്ടാവും. പിന്നീട് ഇവർക്കെതിരെ തിരിയുകയും ചെയ്യും. ആരെങ്കിലും, പ്രത്യേകിച്ച് അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോ ഇവരൊന്ന് പുകഴ്ത്തി സംസാരിച്ചാൽ പെട്ടെന്ന് അവരിലേക്ക് ആകൃഷ്ടരാകും. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇവര് ചെയ്തു കൊടുക്കുകയും ചെയ്യും. എന്നാൽ പിന്നീട് ഈ കാര്യം കുടുംബത്തിൽ വലിയ വിഷയങ്ങളായി മാറാറുണ്ട്. കുടുംബ കലഹങ്ങൾ വരെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അത് പൂരാടം നക്ഷത്രത്തിലെ പുരുഷന്മാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഉയർന്ന മേഖലകളിലുള്ളവരുമായി പെട്ടെന്ന് തന്നെ സൗഹൃദം ഉണ്ടാക്കുന്നവരാണ്. അത് ഇവർക്ക് മാത്രമല്ല, ഇവരിലൂടെ ഇവരുടെ ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും ഗുണം ചെയ്യും. ഈ വലിയ സൗഹൃദങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് സാധാരണ സുഹൃത്തുക്കൾക്കിടയിൽ ഇവർക്ക് മുൻതൂക്കം കിട്ടുന്നത്. ഇവരുടെ നല്ല മനസ്സിനെ സുഹൃത്തുക്കൾ ചില സമയങ്ങളിൽ മുതലാക്കാറുണ്ട്. ഇവരുടെ മക്കൾ ഇവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തത് ഇവർക്ക് വളരെയധികം വിഷമമുണ്ടാക്കും. ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമവും ഇത് തന്നെയാണ്. കുട്ടികൾ വളർന്നു വരുന്നതനുസരിച്ച് ഇവരുടെ സാമ്പത്തിക നില ഉയരുമെങ്കിലും മനസ്സിന് വിഷമം കൂടി വരികയും ചെയ്യും. കാരണം മക്കളുടെ ജീവിത രീതികൾ, അനാവശ്യമായ ചെലവുകൾ, മക്കളും മരുമക്കളും കൂടി ഉണ്ടാക്കി വെക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ ഇവരെ നല്ല രീതിയിൽ തന്നെ അലട്ടുമെങ്കിലും ഈ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കി പുറത്തറിയിക്കാത്ത രീതിയിൽ ജീവിക്കാനുള്ള ഇവരുടെ കഴിവ് വളരെ വലുതാണ്. അത് എടുത്തു പറയേണ്ടതുമാണ്. സുഹൃത്തുക്കളെ സഹായിക്കുന്നത് പോലെ തന്നെ ശത്രുക്കളെയും ഇവർ ആപത്തിൽ സഹായിക്കാറുണ്ട്. അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. കള്ളം പറയുന്നവരെ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. മറ്റുള്ളവരുടെ ഉപദേശം അതും ഇവർ ഇഷ്ടപ്പെടുന്നില്ല. മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നേർവഴിയിലേക്ക് നയിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരിൽ അധികം പേരും അധ്യാപകരാവാറുണ്ട്. വിഷമം വരുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്നവരാണ്, കൊച്ചുകുട്ടികളെ പോലെ. ഏത് സാഹചര്യത്തിലും ധൈര്യത്തോടെ ജീവിച്ചു പോകാൻ കഴിയുന്ന ഇവർ മക്കളെ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട്. ജീവിതത്തിൽ പരാജയം ഉണ്ടായാൽ അതിൽ നിന്ന് പഠിച്ച് പരാജയത്തെ പൂർണ്ണമായും ഒഴിവാക്കി പിന്നീട് ഒരിക്കലും പരാജയം സംഭവിക്കാത്ത രീതിയിൽ വിജയം മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി ഇവർക്കുണ്ട്. ഇതാണ് പൂരാടം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിലൂടെ ഇവരെ മറ്റുള്ളവർ ഏറെ ഇഷ്ടപ്പെടുകയും
എന്നാൽ കുറച്ചുപേർ ശത്രുക്കളായി മാറുകയും ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഇവരുടെ കുഴപ്പം കൊണ്ടല്ല ഇവർക്ക് ശത്രുക്കൾ ഉണ്ടാവുന്നത് എന്ന് സാരം. ചുരുക്കി പറഞ്ഞാൽ വിജയത്തിലെത്തുന്നവരെ കഠിനമായ അധ്വാനം, പിന്നെ വിജയം, അത് കഴിഞ്ഞ് വിശ്രമം, വീണ്ടും കഠിനമായ അധ്വാനം. ഇതാണ് ഇവരുടെ ജീവിത രീതി. ഇതാണ് പൂരാട നക്ഷത്രം. ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ബുദ്ധിമതികളാണ്, ഊർജ്ജസ്വലരായിരിക്കും, വാഗ്ദാനങ്ങൾ നൽകുന്നവരാണ്. എന്നാൽ അത് നടപ്പിലാക്കാൻ ഇവരെ കൊണ്ട് കഴിയാറില്ല. സാധാരണയിൽ കവിഞ്ഞ കുടുംബ പ്രാരാബ്ദങ്ങൾ വന്ന് ഭവിക്കുന്നവരാണ്. പിതൃഗുണം വളരെ കുറയുന്നവരാണ്. പൂരാടം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ എപ്പോഴും കുടുംബത്തിന്റെ ഐശ്വര്യമായിരിക്കും. മര്യാദയോടെ, ഭയഭക്തി, ബഹുമാനത്തോടെ ജീവിക്കുന്നവരാണ്. കഴിവുള്ള സന്താനങ്ങളെ ഇവർക്ക് ലഭിക്കുമെങ്കിലും സന്താനങ്ങളെ ഓർത്ത്, സന്താനങ്ങളുടെ ജീവിതം ഓർത്ത് വളരെ വിഷമത്തിൽ ജീവിക്കുന്നവരാണ് ഇവരിൽ അധികം പേരും. എന്നാൽ ഇത് ഇവരുടെ ഉള്ളിലെ ഒരു ഭയം മാത്രമാണ്. പൂരാടം നക്ഷത്രത്തിലെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. ഇവരുടെ ഭയം മാത്രമാണിത്. ഇവർ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ പ്രയാസങ്ങളൊന്നും ഇവരുടെ മക്കൾക്ക് ഉണ്ടാകാറില്ല. മക്കൾക്ക് പഠിച്ചതനുസരിച്ച് ജോലി കിട്ടിയില്ലല്ലോ, സാമ്പത്തികമായി പ്രയാസങ്ങളാണല്ലോ, അല്ലെങ്കിൽ വീടില്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഇവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പൊതുവേദിയിൽ വരാതിരിക്കാനും ആഘോഷങ്ങളിലൊക്കെ അധികം പങ്കെടുക്കാതെയും ഒതുങ്ങിയുള്ള ഒരു ജീവിതമായിരിക്കും സാധാരണ രീതിയിൽ ഒരു 50 കഴിഞ്ഞവർക്ക് ഉണ്ടാവുക. 50 വയസ്സിന് ശേഷം ഇവർക്ക് ഈശ്വരഭക്തി വളരെയധികം കൂടും. അല്ലെങ്കിലും ഈശ്വരവിശ്വാസം ഉള്ളവരാണ്. 50 വയസ്സ് കഴിഞ്ഞാൽ ഇവരുടെ ഈശ്വരവിശ്വാസം വളരെയധികം കൂടും. ഭക്ഷണ കാര്യത്തിൽ പോലും പിന്നീട് മാറ്റങ്ങൾ വരുത്തുന്നവരാണ്. ഭർത്താവിനും മക്കൾക്കും ഒപ്പം ജീവിക്കണമെന്ന് ഏറെ ആഗ്രഹമുള്ളവരാണ്. ഒരു വിശ്വാസം, അതിലൂടെ മുന്നോട്ട് പോകുന്നവരാണ്. 50 വയസ്സിന് ശേഷം ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചതായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി മനസ്സിനെ വിഷമിപ്പിക്കാതിരുന്നാൽ നല്ലൊരു ജീവിതം ഉണ്ടാവുന്നവരാണ് പൂരാടം നക്ഷത്രത്തിൽ പിറക്കുന്ന സ്ത്രീകൾ എല്ലാവരും. സഹോദര ഭാഗ്യം വളരെ കൂടുതലുള്ളവരാണ്. 32 വയസ്സ് മുതൽ സ്വതന്ത്ര ജീവിതം സാധ്യമാകുന്നവരാണ്. പൊതുപ്രവർത്തനങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇറങ്ങിയാൽ ശോഭിക്കുന്നവരാണ്. അല്ലെങ്കിൽ അധ്യാപകരാകാം, പിന്നെ വൈദ്യശാസ്ത്ര മേഖല, ജ്യോതിഷം, ഇതൊക്കെ ഇവർക്ക് വളരെ അനുയോജ്യമാണ്. മക്കളെയും മരുമക്കളെയും ചെറുമക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്നവരാണ് പൂരാടം നക്ഷത്രത്തിലെ സ്ത്രീകൾ. അത് ഇവരുടെ വലിയൊരു പ്രത്യേകതയാണ്. ആഹാര രീതിയിൽ, ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിതശൈലി രോഗങ്ങൾ വേഗം പിടിപെടുന്നവരാണ്. വീട്ടിൽ എല്ലാവരും ആഹാരം കഴിച്ചിട്ടേ ആഹാരം കഴിക്കൂ എന്ന രീതിയിലാണ് പൂരാടം നക്ഷത്രത്തിലെ സ്ത്രീകൾ. പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റി ശരിയായ സമയത്ത് ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. ശരിയായ ഈശ്വര ഭക്തരായതിനാൽ ഈശ്വര അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. ഇതൊക്കെയാണ് പൂരാടം നക്ഷത്രക്കാരെ പറ്റി ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ അടുത്ത നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം. നമസ്തേ.